ഇവന് ഞങ്ങൾ ഋതുവിനെ കൊണ്ടുവന്ന് പുറത്ത് പോയിട്ടോ. അവൻ്റെ പിറന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് അവനെ പാർക്കിലൊക്കെ കൊണ്ടുപോകാൻ വെച്ചിട്ട് സഭാ സ്ക്വയർ പോയി. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ പുതിയ ചിക്ക് ബക്ക് റെനോവേറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി നോക്കിയേ. നോമ്പായതുകൊണ്ടാണോ എന്നറിയില്ല, ഉള്ളിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ച സാധനം പെട്ടെന്ന് കിട്ടുന്നേ. അങ്ങനെ അവിടെ ഇരുന്നിരുന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്നും കിടന്നൊക്കെ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ബർഗർ എത്തി. വേറെ എന്തെങ്കിലും കൂടെ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനും കൂടെ ടൈം എടുക്കുമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്താലും നമ്മൾ ഓർഡർ ചെയ്തിട്ട് കിട്ടുന്ന ഫുഡ് സൂപ്പർ ആണെങ്കിൽ പിന്നെ നമുക്ക് വലിയ വിഷമം തോന്നൂലല്ലോ. ചിക്ക് ബക്കത്തെ ബ്രോസ്റ്റ് ആണെങ്കിലും ബർഗർ ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഋതുവിൻ്റെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ കേക്ക് മേടിച്ചേ. നാളെ ആയതുകൊണ്ട് തന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ സൺഡേ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിന് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. എന്നാലും അവന് കട്ട് ചെയ്യാനൊരു കുഞ്ഞ് കേക്ക് ഞങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ. ആ കേക്ക് മേടിച്ച ഉടനെ തന്നെ വേഗം അത് കട്ട് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു മൂപ്പര്. ആ കേക്ക് കട്ട് ചെയ്യലും എല്ലാവർക്കും കൊടുക്കലും അതവന് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ അത് എല്ലാവർക്കും കൊടുത്തപ്പോൾ തന്നെ മൂപ്പര് ഹാപ്പിയായി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.